ഉറ്റവർ ഒരിക്കലും എത്താതിരുന്നാൽ തന്നെ അറിയിക്കണമെന്നും താൻ സ്വന്തം മകനെ പോലെ പവനെ വളർത്തിക്കോളാമെന്നും അഭ്യർത്ഥിച്ച് മാധവൻ തന്റെ വിലാസം എഴുതി ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നെങ്കിലും ആ ഉദ്യോഗസ്ഥൻ കത്ത് വേസ്റ്റ് ബോക്സിലേക്ക് എറിയുന്നതോടെയാണ് കാഴ്ച എന്ന സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കുട്ടനാട്ടിൽ ഇപ്പോൾ സിനിമ ടെന്റുകളില്ല. ഡിജിറ്റൽ പ്രൊജക്ടറുകൾ വന്നതോടെ ഫിലിം ഓപ്പറേറ്ററായിരുന്ന മാധവൻ ആ തൊഴിലിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. ഭാര്യ മരിച്ചിരിക്കുന്നു. മകൾ അമ്പിളി ഇപ്പോൾ ഒരു സ്കൂൾ അധ്യാപികയാണ്. വിവാഹം കഴിച്ചിട്ടില്ല. അവളുടെ കൊച്ചുണ്ടാപ്രിയെ നഷ്ടപ്പെട്ട ദിവസം മുതൽക്ക് അനിയൻ എന്ന സ്ഥാനം മറ്റാർക്കും നൽകാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. മാധവന്റെ ആരോഗ്യം ഇപ്പോൾ വളരെ മോശമാണ്. നല്ല പോലെ ഓർമ്മക്കുറവുണ്ട്. എന്നാലും ദിവസവും വൈകുന്നേരം പ്രതീക്ഷയോടെ ഒരു ചോദ്യം മാത്രം അയാൾ ചോദിക്കും: നിന്റെ കൊച്ചുണ്ടാപ്രി എന്തെങ്കിലും തിരികെ വരുമോ മോളെ എന്ന്. അപ്പോഴൊക്കെ അമ്പിളി സങ്കടത്തോടെ പറയും: എനിക്കറിയില്ല അച്ഛാ എന്ന്. ഓർമ്മക്കുറവ് വരുന്ന കാലം വരെ എല്ലാ വർഷവും ജനുവരി 26-ന് ഗുജറാത്തിലെ പണ്ടത്തെ ആ ഓഫീസിലേക്ക് മാധവൻ കത്തെഴുതുമായിരുന്നു. പക്ഷെ ഒരിക്കലും ആ കത്തിന് മറുപടി വന്നിട്ടേയില്ല. എന്നിട്ടും അദ്ദേഹം എല്ലാ വർഷവും എഴുതിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അതേസമയം ഗുജറാത്തിൽ പവൻ വളർന്ന് ഒരു യുവാവായി മാറിയിരിക്കുന്നു. അനാഥാലയത്തിൽ വളർന്ന അവൻ ദുരന്തബാധിതരായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ കൂടിയാണ്. അവനിലെ ബാല്യകാല ഓർമ്മകൾ കുറെയൊക്കെ മങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു മലയാളിക്കാരൻ തന്നെ ഒരിക്കൽ സ്വന്തം മകനായി ചേർത്ത് പിടിച്ചിരുന്നു എന്ന ഓർമ്മ അവനെ എപ്പോഴും പിന്തുടരുന്നുണ്ട്. അവിടെ ഒരു അമ്മയും ചേച്ചിയും തനിക്ക് ഉണ്ടായിരുന്നു എന്നതും അവൻ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം ബാല്യത്തിലെ മുഖങ്ങളും പല പല വാക്കുകളും അവന്റെ മനസ്സിലുണ്ട്. ഓപ്പറേറ്റർ, ചേച്ചി പോലുള്ള ചില വാക്കുകൾ. ഒരു ദിവസം ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് പഴയ സർക്കാർ ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥന് പഴക്കം ചെന്ന ഒരു പേപ്പർ കിട്ടുന്നു. ആ പേപ്പറിൽ മാധവന്റെ വിലാസമാണുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് വേസ്റ്റ് ബോക്സിലേക്ക് എറിഞ്ഞ വിലാസം എഴുതിയ ആ പേപ്പർ അന്നത്തെ മറ്റൊരു ജീവനക്കാരൻ എടുത്ത് ഫയലിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. സർക്കാർ ദുരന്ത പുനരധിവാസ പദ്ധതിയിലെ പ്രവർത്തകനായിരുന്നതിനാൽ ഈ പഴയ ഫയലുകൾ പരിശോധിക്കുന്ന സംഘത്തിൽ അപ്പോൾ പവനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ കത്ത് പവന്റെ കൈകളിൽ എത്തുന്നു. അതിലെ അഡ്രസ് കേരളത്തിൽ നിന്നാണെന്നറിഞ്ഞ പവന് സംശയം വരുന്നു അത് തന്റെ പഴയ ഓപ്പറേറ്ററിന്റെ അഡ്രസ് ആണെന്ന്. ആ സംശയം തീർക്കാനാണ് അവൻ കേരളത്തിലേക്ക് പുറപ്പെടുന്നത്. എന്നാൽ അഡ്രസ് തേടി കുട്ടനാട്ടിൽ എത്തുമ്പോൾ ആ സ്ഥലം അവനെ പഴയകാല ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നു. ഒപ്പം മാധവനെ കണ്ട് പവൻ വേഗത്തിൽ തിരിച്ചറിയുന്നു. പക്ഷേ മാധവൻ ഇപ്പോൾ അൽഷിമേഴ്സ് നല്ലപോലെ ബാധിച്ചിരിക്കുകയാണ്. മാത്രമല്ല വർഷങ്ങളായി കാത്തിരുന്ന പവനെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിയുന്നുമില്ല. പക്ഷേ അമ്പിളി അവനെ തിരിച്ചറിയുന്നു. തന്റെ കൊച്ചുണ്ടാപ്രി വന്ന സന്തോഷത്തിൽ അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരയുന്നു. അമ്മ ജീവിച്ചിരിപ്പില്ല എന്ന സത്യം അവനെ വേദനിപ്പിക്കുന്നു. അങ്ങനെ പവൻ അച്ഛന്റെ അരികിൽ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. പവനെ പറ്റി അമ്പിളി കാര്യങ്ങൾ പറഞ്ഞിട്ടും മാധവന് ഓർമ്മ വരുന്നില്ല ഒന്നും. എന്നാൽ ഓർമ്മ നശിച്ച മാധവൻ അവനെ എന്തുകൊണ്ടോ ഇഷ്ടപ്പെടുന്നുമുണ്ട്. നിന്നെ കണ്ടാൽ എനിക്ക് ആരെയോ ഓർമ്മ വരുന്നുണ്ട് എന്ന് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. എന്നിട്ട് പോലും അടുത്ത നിമിഷത്തിൽ ആ പറഞ്ഞതുപോലും അയാൾ മറക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം പവൻ പഴയ ഫിലിം പ്രൊജക്ടർ പ്രവർത്തിപ്പിക്കുന്നതിനിടയ്ക്ക് മാധവന്റെ ഓർമ്മകൾ പെട്ടെന്ന് മടങ്ങി വരുന്നു. സ്ക്രീനിൽ പ്രകാശം വീഴുമ്പോൾ അയാളുടെ കണ്ണുകൾ പവനിലേക്കാണ് പോകുന്നത്. പവൻ അവനെ നോക്കി അയാൾ അപ്പോൾ അതാണ് ചോദിച്ചത്. അത് കേട്ട് പവൻ ഓടിച്ചെന്ന് മാധവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അമ്പിളി മാധവനോട് അയാളുടെ തിരികെ കിട്ടിയ ഓർമ്മയുടെ സന്തോഷത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു: അച്ഛാ, നമ്മുടെ കൊച്ചുണ്ടാപ്രി തിരികെ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ മാധവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു: അന്ന് നിന്നെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്നെങ്കിലും ദൈവം നിന്നെ എന്റെ അടുത്തെത്തിച്ചല്ലോ എന്ന്. മാധവന്റെ ആ ഓർമ്മ എത്ര നേരം നിലനിൽക്കുമെന്ന് കൊച്ചുണ്ടാപ്രിക്കോ അമ്പിളിക്കോ അറിയില്ല. എങ്കിലും അവർ അപ്പോൾ സന്തോഷത്തിലാണ്. ഒരു നിമിഷത്തേക്ക് മാധവൻ അവനെ തിരിച്ചറിഞ്ഞല്ലോ. അത് മതി അവർക്ക്. അങ്ങനെ അവസാന രംഗത്തിൽ ഇപ്പോൾ പ്രായമായ മാധവൻ പവന്റെ കൈ പിടിച്ചു നടക്കുകയാണ്. ഒപ്പം അമ്പിളിയുമുണ്ട്. ആ നിമിഷത്തിൽ പവൻ മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും താൻ മാധവനെ വിട്ട് ദൂരെ എങ്ങും പോകില്ല എന്ന്. മനസ്സിലെടുത്ത ദൃഢനിശ്ചയത്തോടെ പവൻ അപ്പോൾ മാധവന്റെ കൈകൾ മുറുകെ പിടിച്ചു.